കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ഇന്ന് കേൾക്കാനായി പോകുന്നത് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ്. ദൈവവചനം എന്ന് പറയുന്നത് നമുക്ക് നൽകപ്പെട്ട നല്ലൊരു ഔഷധമാണ്. ദൈവവചനം ധ്യാനിക്കുന്ന വ്യക്തിയുടെ ജീവിതം മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകാം. ശ്രദ്ധയോടെ കേട്ടാട്ടെ. നമ്മുടെ അകത്ത് സൗഖ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ച് തെറ്റായ പല ധാരണകളുണ്ട്. അതിലേറ്റവും പ്രധാന ധാരണകളിൽ ഒന്നാണ് ദൈവത്തിന് നമ്മളെ സൗഖ്യമാക്കാൻ കഴിയുമെന്നറിയാം എല്ലാവർക്കും. പക്ഷേ ആ ദൈവം എന്നെ സൗഖ്യമാക്കുമോ എന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ നിങ്ങളിൽ പലരും പറയും അത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരങ്ങൾ എന്നെ സൗഖ്യമാക്കുമോ? ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവത്തിന് നമ്മളെ സൗഖ്യമാക്കാൻ ഇഷ്ടമാണ്. ദൈവം നമ്മളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ അകത്ത് എത്രയധികം ആഴത്തിൽ കയറുവാൻ തുടങ്ങുന്നുവോ, എത്ര ആഴത്തിൽ പ്രവേശിക്കാൻ തുടങ്ങുന്നുവോ, അത്രയും വളരെ വേഗത്തിൽ പല പ്രതിസന്ധികളിൽ നിന്നും നമ്മൾ റിക്കവർ ചെയ്യുവാനായി തുടങ്ങും. അതൊരു വലിയ കാര്യമാണ് സഹോദരങ്ങളെ. ഞാനിന്ന് ദൈവദിനത്തിൽ നിന്ന് പഠിപ്പിക്കാൻ പോകുന്നത്, ഒരു പടി കൂടെ നിങ്ങളെ ദൈവദിനത്തിൽ നിന്ന് പഠിപ്പിക്കാൻ പോകുന്നത്, ദൈവവചനം തന്നെ മെഡിസിൻ ആണ് എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ ഡെറിക് പ്രിൻസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ്റെ ഒരു പുസ്തകം ഞാൻ വായിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഔഷധക്കുപ്പി എന്നാണ്. ഞാൻ ആ പുസ്തകം വായിക്കുമ്പോൾ എന്നെ ഏറ്റവും സ്വാധീനിച്ചത് അദ്ദേഹത്തിൻ്റെ 2 വാചകങ്ങളാണ്. അദ്ദേഹം പറയുക, നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ ആ മെഡിസിൻ കഴിക്കുന്ന നമ്മുടെ ഉള്ളിൽ മെഡിസിനെക്കുറിച്ച് വ്യക്തമായൊരു അവയർനെസ് ഉണ്ട്. രാവിലെ കഴിക്കണം, ഉച്ചയ്ക്ക് കഴിക്കണം, വൈകുന്നേരം കഴിക്കണം എന്നൊരു ബോധ്യമുണ്ട്. അങ്ങനെ കഴിച്ചാൽ മാത്രമേ അത് നമ്മളിൽ ഫലമുണ്ടാക്കുകയുള്ളൂ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ ആ ഒരു ടാബ്ലറ്റ് അകത്ത് ചെന്ന ഉടനെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമുക്കറിയാം ആ ടാബ്ലറ്റിനകത്തുള്ള മെഡിസിൻ അത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലും ശരീരത്തിൻ്റെ രോഗമുള്ള ഭാഗത്തും പ്രവർത്തിച്ചിട്ട് അത് അതിനെ സൗഖ്യമാക്കുന്നു എന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ വചനം അത് മെഡിസിൻ പോലെയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ ആ വചനം നമ്മളെ സൗഖ്യമാക്കുന്നുവെങ്കിൽ, അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 107 പറഞ്ഞത്, എൻ്റെ വചനം അയച്ച് ഞാൻ സൗഖ്യമാക്കുന്നു. വചനം നമ്മളെ സൗഖ്യമാക്കുന്നുവെങ്കിൽ വചനം വാസ്തവത്തിൽ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ അത് മെഡിസിൻ പോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആളുകളാണ് എങ്കിൽ മരുന്നിനോടൊപ്പം ഇന്നു മുതൽ ദൈവവചനവും സൗഖ്യമാകേണ്ടതിന് ഏത് വചനമാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ വചനം കൂടെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, സങ്കീർത്തനം 1 പറയുന്നത് പോലെ, അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ തൊട്ടരികത്ത് നട്ട വൃക്ഷം പോലെയും തക്ക കാലത്ത് ഫലം കൊടുക്കുന്ന വൃക്ഷം പോലെയും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയും ഇരിക്കുമെന്നത് പറഞ്ഞതുപോലെ നിങ്ങളിൽ വളരെ ഫലമുണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. ഞാനൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളെയും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമിക്ക് വരുത്തിയ വ്യാധികളൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. എത്ര സുപരിചിതമായൊരു വാക്യമാണ് നമ്മൾ വായിച്ചതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ പറയുക, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയാകുന്നു എന്നതിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഫിസിഷ്യൻ എന്ന. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ഡോക്ടറാണ്. ദൈവം വിശ്വസിക്കുന്നവർക്ക് ഒരു ഡോക്ടറാണ്. ഞാനൊന്നും കൂടെ പറയട്ടെ, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന
ഓരോ വ്യക്തികൾക്കും ഒരു വൈദ്യനാണ്, ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് യേശു കർത്താവ് മത്തായി സുവിശേഷം 9-12 വാക്യത്തിൽ പറഞ്ഞത്, ദീനക്കാർക്കല്ലാതെ ഉള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ആരാണ് വൈദ്യനെന്ന് അവിടെ ഉദ്ദേശിച്ചത്? യേശുവിനെ കുറിച്ചാണ്. യേശു പറയുക, ഞാൻ വന്നത് ദീനക്കാരെ നോക്കിയ, പാപികളെ നോക്കിയ. ദീനമുള്ള ആളുകൾക്കാണ് ആരെ ആവശ്യമുള്ളത്? ഡോക്ടറെ ആവശ്യമുള്ളത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നമുക്ക് ഈ ലോകത്തിൽ തന്ന നല്ല ഡോക്ടേഴ്സിനെയും ആരോഗ്യ പ്രവർത്തകരെയും നഴ്സസിനെയും സയൻറ്റിസ്റ്റുകളെയും എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അതിനേക്കാൾ അപ്പുറം, അതിനേക്കാൾ മുകളിൽ നമ്മളെ സൗഖ്യമാക്കാൻ കഴിയുന്ന, പൂർണ്ണമായും ആരോഗ്യം തിരിച്ചു തരാൻ കഴിയുന്ന ഒരു ഡോക്ടർ നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിശ്ചയമായിട്ട് നമുക്കുണ്ട്. ആ ഡോക്ടറിൻ്റെ പേര് യേശു കർത്താവ് എന്നാണ്. ആ വൈദ്യൻ്റെ പേര് യേശു കർത്താവ് എന്നാണ്. ആ വൈദ്യൻ്റെ പ്രത്യേകത ഞാൻ പറയട്ടെ. യേശു പറഞ്ഞു, എൻ്റെ പിതാവ് എൻ്റെ അടുക്കിലേക്ക് അയക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. മർക്കോസിൻ്റെ 6:37 പറയുകയാ, അവനെല്ലാം നന്നായി ചെയ്തു. അവനെല്ലാം നന്നായി ചെയ്തു. യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരാളെ പോലും അവൻ വെറുതെ വിട്ടില്ല. അവൻ ചെകിടരെ കേൾക്കുമാറാക്കി, ഊമരെ സംസാരിക്കുമാറാക്കി, രോഗിയെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. എല്ലാ രോഗികളെയും ഒരേപോലെ ചികിത്സിക്കാൻ കഴിയുന്ന ഒരു ഡോക്ടർ ഈ ലോകത്തുണ്ടെങ്കിൽ അതെൻ്റെ യേശു മാത്രമാണ്. വേദപുസ്തകം പറയുക, അവൻ നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ സൗഖ്യത്തിൻ്റെ, ദൈവം നമുക്ക് തരുന്ന സൗഖ്യങ്ങളുടെ പ്രധാന മേഖലകൾ എന്തൊക്കെയാണ്? നമ്മുടെ യേശു ഏതൊക്കെ മേഖലകളിലാണ് നമ്മളെ സൗഖ്യമാക്കുവാൻ പ്രാപ്തനായിരിക്കുന്നത്? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എൻ്റെ യേശു കർത്താവ് നമ്മളെ സൗഖ്യമാക്കുവാൻ ഏതെല്ലാം മേഖലയിലാണ് പ്രാപ്തനായിരിക്കുന്നത്? നമുക്ക് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യം പ്രസംഗിച്ച സുവിശേഷ വാക്കുകൾ കേൾക്കാം. ലൂക്കോസ് 4:18, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവായ ദൈവം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61 അധ്യായത്തിൽ നിന്ന് എടുത്തെഴുതിയതാണ്. ഞാൻ ആ വാചകം ഒന്ന് വായിക്കാം. എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്യുക കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ആദ്യത്തെ വാക്ക് ശ്രദ്ധിക്കൂ, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ. അപ്പോൾ യേശു കർത്താവ്, സൗഖ്യമാക്കുന്നവനായ കർത്താവ്, നമ്മളെ വിടുവിക്കുന്നവനായ കർത്താവ്, ഏറ്റവും ആദ്യം ചെയ്യുന്ന ശുശ്രൂഷ ഏതാണെന്ന് ഞാൻ ചോദിച്ചാൽ അവൻ പറയും, നമ്മുടെ സൗഖ്യം. യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിനാണ് വലിയ സൗഖ്യം നൽകുന്നത്. നമ്മുടെ ഹൃദയത്തെ സൗഖ്യമാക്കുവാൻ ഈ ലോകത്തിലെ ഒരു ഫിസിഷ്യനും കഴിയുകയില്ല. എന്നാൽ നല്ലവനായ എൻ്റെ യേശു കർത്താവിനെ എൻ്റെ ഹൃദയത്തെ സൗഖ്യമാക്കാൻ കഴിയും. ഹൃദയത്തിൻ്റെ മുറിവുകളെ സൗഖ്യമാക്കുവാൻ ഈ ലോകത്തിലെ ആർക്കും കഴിയുകയില്ല. എൻ്റെ പപ്പ മരിച്ച സമയത്ത് എൻ്റെ മമ്മി അലറി കരയുകയാണ്. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ അറിയുന്ന ഒരു ഡോക്ടർ എൻ്റെ മമ്മിയെ കാണാൻ വന്ന സമയത്ത് ഞാൻ മമ്മിയെ തട്ടിയിട്ട്, മമ്മി ഇന്നയാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ ഡോക്ടർ എന്നെ തട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, കരയട്ടെ കരയട്ടെ. ആ കരയുന്നത് ഒരു ആശ്വാസമാണ്. ഹല്ലേലൂയ. എൻ്റെ മമ്മയുടെ കരച്ചിൽ ഡോക്ടറിന് നിർത്താൻ കഴിയത്തില്ല, ലോകത്തിൽ ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷേ ആ ഹൃദയത്തിൻ്റെ മുറിവ് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ, അത് നല്ലവനായ എൻ്റെ യേശു മാത്രമാണ്. ഞാൻ ഒരിക്കൽ ഓർമ്മിക്കുന്നു, എൻ്റെ ചർച്ചിലുള്ള മോനി എന്ന് പറയുന്ന ഒരു ആൻറ്റിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ വെച്ച് മരിച്ചുപോയി. ഞങ്ങൾക്കന്ന് ചർച്ചില്ല. ഞങ്ങൾ ചർച്ച് തുടങ്ങുന്നതിൻ്റെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ ചെന്നു. ആ ബോഡി വരാൻ 2 ദിവസം കൂടി എടുക്കും. ഞാൻ ആ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ് വീട്ടിലെ. ബോഡിയെ നോക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ 2 കൊച്ചു കുഞ്ഞുങ്ങളും ബോഡി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ കുടുംബത്തിൻ്റെ നടുവിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാതെ എഴുന്നേറ്റ് നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന അല്പനേരം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സാന്നിധ്യം ആ മുറിയിൽ വന്നു. എന്നെ അവിടെ ഇരിക്കുന്ന ആളുകളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് മോനി എന്ന് പറയുന്ന ആൻറ്റി കൈയടിച്ചു തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ആളുകൾക്ക് തോന്നിയത് ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടായെന്നാണ്. 2 ദിവസം കഴിഞ്ഞ് ബോഡി വന്നു. ഞാനും ആ ശവസംസ്കാരത്തിൽ പങ്കെടുത്തു. പക്ഷേ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, മോനിമാവ പിന്നീട് കരഞ്ഞില്ല.
ഞാൻ മോനിമാമിയുടെ മീറ്റിങ്ങിന് അല്ലെങ്കിൽ ആ 2-3 ദിവസങ്ങൾക്ക് ശേഷം സംസാരിക്കുമ്പോൾ മോനിമാം എന്നോട് പറഞ്ഞു, ബ്രദറെ, അന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആശ്വസിപ്പിക്കുന്ന കര എൻ്റെ ഉള്ളിലേക്ക് വന്നു. അതുവരെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും, എൻ്റെ ജീവിതം എന്താകും എന്ന് 100,000 ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ വന്നതോടുകൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവ് ഉണങ്ങപ്പെട്ടു. സഹോദരങ്ങളെ, ഹൃദയത്തിൻ്റെ മുറിവ് ഉണക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. അത് എൻ്റെ നല്ല നാഥനായ യേശുവിന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ആരെങ്കിലും ഉറ്റവർ നഷ്ടപ്പെട്ടു പോയോ? നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബങ്ങൾ തകർന്നാണോ ഇരിക്കുന്നത്? നിങ്ങളെ ആരെങ്കിലും വഞ്ചിച്ചുവോ? നിങ്ങളെ ആരെങ്കിലും മുറിവേൽപ്പിച്ചുവോ? നിങ്ങളെ ആരെങ്കിലും പീഡിപ്പിച്ചുവോ? നിങ്ങളെ ആരെങ്കിലും സെക്ഷുവലായി അബ്യൂസ് ചെയ്യുവാനിടയായോ? അല്ല, നിങ്ങളുടെ ആരെങ്കിലും സമ്പത്ത് അപഹരിച്ചോ? നിങ്ങൾക്ക് ലഭിക്കാനുള്ള നന്മയും അവകാശവും ലഭിക്കാതെ വണ്ണം തടയപ്പെട്ടുവോ? അല്ല, നിങ്ങൾക്ക് നേരെ ആക്ഷേപം തെറ്റായി കേൾക്കുവാനിടയായോ? നിങ്ങളുടെ ഹൃദയം നുറുക്കപ്പെട്ടാണോ ഇരിക്കുന്നത്? സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, ആ ഹൃദയത്തിൻ്റെ നുറുക്കത്തെ സൗഖ്യമാക്കാൻ ഈ ലോകത്തിലെ ഒരു മരുന്നിന് കഴിയില്ല. നിങ്ങളെ ഏതെങ്കിലും ഒരു ഫിസിഷ്യൻ നിങ്ങൾക്ക് മരുന്ന് തരികയാണെങ്കിൽ നിങ്ങളെ ഉറക്കുവാനുള്ള ഒരു ചികിത്സ മരുന്ന് മാത്രമേ അവർക്ക് തരാൻ കഴിയത്തുള്ളൂ. പക്ഷേ എൻ്റെ കർത്താവ് നിങ്ങളെ ചികിത്സിച്ചാൽ അവൻ നിങ്ങളുടെ രോഗത്തെ മാത്രമല്ല ഹൃദയത്തിൻ്റെ നുറുക്കത്തെ കൂടെ പൂർണ്ണമായും സൗഖ്യമാക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം 22-ാമത്തെ വാചകത്തിൽ പറഞ്ഞത്, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. അടുത്ത വാചകം ശ്രദ്ധിക്കുക, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോയാൽ, നമ്മുടെ ഹൃദയം തകർന്നു പോയാൽ, നമ്മുടെ ഹൃദയം മുറിവേറ്റാൽ അത് നമുക്ക് രോഗാവസ്ഥയിലേക്ക് നടത്തുവാനിടയാക്കും. നമ്മളെ രോഗിയാക്കുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ തകർച്ചയാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം എപ്പോഴോ ഒരു ഡോക്യുമെൻ്ററി കാണുക അല്ലെങ്കിൽ ഒരു ന്യൂസ് കാണുകയാണ്. അതിലൊരു ഡോക്ടർ സംസാരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചു. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ കുറുകെ ചാടി, നമ്മൾ വലിയൊരു ആന്തലോടുകൂടെ ബ്രേക്ക് ചവിട്ടും. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഡോക്ടർ പറയുക തെറ്റായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. ഏകദേശം 8 മണിക്കൂറോളം ആ തെറ്റായ ഹോർമോണുകളുടെ സ്വാധീനം നമ്മുടെ ശരീരത്തിലുണ്ടാകും. അത് നമ്മുടെ ശരീരത്തെ ഒത്തിരി ഹേമിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ഇവിടുന്ന് ചിന്തിക്കുകയായിരുന്നു, ഭയം നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത് സന്തോഷത്തിൻ്റെ ഹോർമോണുകളല്ല. എന്നാൽ അതേപോലെ പറഞ്ഞു, നമ്മുടെ അകത്ത് സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ അസ്ഥികൾ, നമ്മുടെ ഞരമ്പുകൾ, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ ആരോഗ്യം ഉണ്ടാകുവാനിടയാകും. അതുകൊണ്ടാണ് ലോകത്തിലെ ആളുകൾ എന്താ പറയുക, ലാഫിംഗ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന എക്സസൈസ് ചെയ്യുവാനിടയാക്കുന്നത്. സൗരങ്ങളെ, കരങ്ങൾ ഉയർത്തിയൊരു നല്ല ഹല്ലേലൂയ പറയാം. നമുക്ക് സന്തുഷ്ടമുള്ള ഹൃദയം, മേറി ഹാർട്ട്, ആ സന്തോഷമുള്ള ഹൃദയത്തെ ആർക്ക് തരാൻ കഴിയും? സൗരങ്ങളെ, നമ്മുടെ സന്തോഷമുള്ള ഹൃദയം നമുക്ക് ഈ ലോകത്തിലെ ആർക്കും തരാൻ കഴിയത്തില്ല. അപ്പൻ തരാത്തില്ല, അമ്മയ്ക്ക് തരാൻ കഴിയില്ല, ഭർത്താവിനോ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ ഒരു പരിധി വരെ തരാൻ കഴിയുകയില്ല. അവർക്ക് ചിലതൊക്കെ സാധിക്കും. പക്ഷേ നമ്മൾക്ക് സന്തോഷമുള്ള ഹൃദയത്തെ തരാൻ കഴിയുന്നത് അവൻ്റെ വചനവും അവൻ്റെ ആത്മാവുമാണ്. അതുകൊണ്ടാണ് ദൈവദിനം പറയുന്നത്, ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വരുമ്പോൾ, നമ്മുടെ അകത്ത് വരുമ്പോൾ അവൻ്റെ സന്തോഷം കൂടെയാണ് പകരപ്പെടുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. സൗരങ്ങളെ, നമുക്ക് യേശുവിലേക്ക് വന്നപ്പോൾ ഒരു ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. അത് നമ്മുടെ ശരീരത്തെ സൗഖ്യമാക്കിക്കൊണ്ടേയിരിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ ഹൃദയം തകർന്നാൽ നിങ്ങൾ രോഗികളാകും. നിങ്ങളുടെ മനസ്സ് തകർന്നാൽ നിങ്ങൾ രോഗത്തിലേക്ക് പോകും. എന്നാൽ നിങ്ങളുടെ മനസ്സ് തണുക്കപ്പെട്ടാൽ, സന്തോഷിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ആരോഗ്യത്തിലേക്ക് വരുവാനിടയാകും. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്ക്, ശാന്ത മനസ്സ് ദേഹത്തിനു ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. ശാന്ത മനസ്സ് എന്ത് ചെയ്യുന്നു എന്നാ പറയാം? ദേഹത്തിന് ജീവൻ കൊടുക്കുന്നു. നമ്മുടെ ഹൃദയം ശാന്തമാകണമെങ്കിൽ സഹോദരങ്ങളെ, എൻ്റെ ഹൃദയത്തിനകത്ത് ശാന്തത നൽകുന്നത് വേദപുസ്തകം പറയുക, ഈ ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, എൻ്റെ സമാധാനം വരുന്നത്. ആ സമാധാനത്തിന് മാത്രമേ, സകല ബുദ്ധിയും കവിയുന്ന സമാധാനത്തിന് മാത്രമേ ഈ ലോകത്തിൽ എൻ്റെ മനസ്സിനെ ശാന്തതപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്ന അനുസരിച്ച് വേദപുസ്തകം പറയുക, നിങ്ങളുടെ ശരീരത്തിൽ ജീവൻ ഉണ്ടാകുവാനിടയാകും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ യേശു ചികിത്സിക്കുന്ന ഏറ്റവും ആദ്യത്തെ ചികിത്സ നിങ്ങളുടെ മനസ്സിനെയാണ്.
നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 30-ാമത്തെ വാക്യം. കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. സൗരങ്ങളെ, ദൈവവചനമാണ് നല്ല വർത്തമാനം. നല്ല വർത്തമാനം എന്താ പറയുന്നത്? സുവിശേഷം എന്നാ പറയുന്നത്. സുവിശേഷം നിങ്ങളുടെ അസ്ഥികളെ തണുപ്പിക്കും. നിങ്ങളുടെ അസ്ഥികൾ സൗഖ്യമാകണമെങ്കിൽ നിങ്ങളുടെ അസ്ഥികളെ തണുപ്പിക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യമുണ്ട്. നമ്മുടെ അസ്ഥികളിലാണ് നമ്മുടെ മജ്ജ സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ രക്തം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒത്തിരി കാര്യങ്ങൾ അവിടേക്ക് പോയാൽ നമുക്ക് പറയാൻ കഴിയും. ശാപം അസ്ഥികളിലേക്കാണ് വരുന്നത്. എണ്ണ പോലെ അസ്ഥികളിൽ വരുന്നു എന്നാണ് 109-ാം സങ്കീർത്തനം പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അകത്തേക്ക്, നല്ല വാക്ക് നിങ്ങളുടെ അകത്തേക്ക് വരുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തെ മുഴുവൻ സൗഖ്യമാക്കാൻ തുടങ്ങും. സൗരങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ കലഹമുള്ള വീടാണോ? എന്തെങ്കിലും പറഞ്ഞാൽ വഴക്കും ശബ്ദമുയർത്തി പറയുകയും എന്തോ അടിയെന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലൂടെയാണോ നിങ്ങൾ പോകുന്നത്? ഞാൻ നിങ്ങളോട് പറയാം, താമസിയാതെ നിങ്ങൾ രോഗികളാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആൾറെഡി രോഗികളായിരിക്കും. സ്നേഹം കിട്ടാത്ത ആളുകളെ ഞാൻ നോക്കിയിട്ടുണ്ട്. നല്ല വാക്ക് ചെവികൾ കൊണ്ട് കേൾക്കാത്ത ആളുകളെ കണ്ടിട്ടുണ്ട്. അല്പനാൾ കഴിയുമ്പോൾ അവരുടെ ജോയിൻസുകളിൽ റുമാറ്റിസം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റു രോഗങ്ങൾക്ക് അവരടിമയാകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ നല്ല വാക്കുകൾ കേൾക്കുന്ന ആളുകൾ ദീർഘായുസ്സോടെ ഇരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല വാക്കുകൾ അത് ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നതാണ്. ഏതാണ് നല്ല വാക്കുകൾ? യേശുവിൻ്റെ വാക്കുകളാണ് നല്ല വാക്കുകൾ. ദൈവം തരുന്ന സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ നമ്മുടെ ശരീരം തികച്ചും ജീവനുള്ളതായി തീരുവാനിടയാവും. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമാണ്. ദൈവജനത്തോടൊപ്പം സമയം ചെലവഴിച്ചാട്ടെ. ജീവിതത്തിലായിരിക്കുന്ന സകല മേഖലയിലും കർത്താവ് നിങ്ങൾക്ക് ജയം തരുവാനിടയായി തീരും. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. അങ്കമ്മ എന്നാണ് അമ്മയുടെ പേര്. പെരുമ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നു. അമ്മ നമ്മുടെ സ്ഥിരവല്ല മീറ്റിങ്ങിന് സ്ഥിരമായിട്ട് വരുന്നതാണ്. മാത്രമല്ല ഓരോ പ്രാവശ്യം ധാരാളം അത്ഭുതങ്ങൾ അമ്മയ്ക്ക് സംഭവിക്കാറുണ്ട്. ഈ ഇടത് കണ്ണിന് അമ്മയ്ക്ക് കുറച്ച് നാൾ മുമ്പ് ഒരു അടി കിട്ടിയപ്പോൾ അതിനുശേഷം അമ്മയ്ക്ക് ആ കണ്ണിന് ഭയങ്കര വേദനയായിരുന്നു. മാത്രമല്ല സ്ഥിരമായിട്ട് അതിന് വെള്ളവും ചൊറിച്ചിലൊക്കെ വരുമായിരുന്നു. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജോൺ ബ്രദർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ഒരു അമ്മയെ യേശു തൊട്ട് സൗഖ്യമാക്കും എന്നുള്ളൊരു പ്രാർത്ഥന കേട്ടു. അമ്മ അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. ഇപ്പം അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് കണ്ണിന് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല, പൂർണ്ണമായിട്ട് കണ്ണ് സൗഖ്യമായെന്നാണ് അമ്മ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ശരിയാണോ അമ്മേ? എത്ര നാളായിട്ടുണ്ടായതാണ്? ഇതിപ്പോൾ ഒരു 26-27 വർഷം. 26 വർഷമായിട്ട് ഇടതുവശത്തിലെ കണ്ണിന്. ഓക്കെ. അപ്പോൾ ടി വി കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ ഇല്ല പിന്നീട് ഉണ്ടായിട്ടേ ഇല്ല. ടി വി കണ്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നീട് ഉണ്ടായിട്ട് കാര്യങ്ങളൊന്ന് അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. 22 വർഷമായിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുമായിരുന്നു, പക്ഷെ കർത്താവ് പരിപൂർണമായിട്ട് സൗഖ്യമാക്കി. ഈ സിസ്റ്ററിന്റെ പേര് അമ്പിളി എന്നാണ്. അമ്പിളി കിടങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത്. കിടങ്ങന്നൂർ. ഈ സിസ്റ്ററിന്റെ മകൾക്ക് കിട്ടിയൊരു വലിയ സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത്. ഈ സിസ്റ്ററിന്റെ മകൾക്ക് മൈഗ്രെയിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ശക്തിയായ തലവേദനയായിരുന്നു. എത്ര നാളായി? 3 മാസമായിട്ട് തലവേദന. മൂക്കിൽ നിന്ന് ബ്ലഡ് വരുമായിരുന്നു. എന്നാൽ ആദ്യമായിട്ട് ഇവിടെ മീറ്റിങ്ങിന് കടന്നു വന്നപ്പോൾ ബ്രദർ ആദ്യം അങ്ങോട്ട് പറഞ്ഞു മകളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു, മൈഗ്രെയിൻ ആണെന്നും എല്ലാം പറഞ്ഞു. ബ്രദർ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു ഞങ്ങളിവിടെ വന്ന ഉടനെ. അന്ന് തന്നെ പൂർണ്ണ സൗഖ്യം കിട്ടിയെന്നാണ് ഈ സിസ്റ്റർ പറയുന്ന സാക്ഷ്യം. 3 മാസമായിട്ടുണ്ടായിരുന്ന ശക്തിയായ തലവേദനയിൽ നിന്നും അപ്പോൾ തന്നെ മൂക്കിൽ നിന്ന് രക്തം വരുന്ന അവസ്ഥയിൽ നിന്നും കർത്താവ് പരിപൂർണമായിട്ട് സൗഖ്യം കൊടുത്തതിനെ ഓർത്തൊന്ന് കരങ്ങളൊന്ന് അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ മെയ് മാസത്തെ അഞ്ചലിലുള്ള ഡെലിവറൻസ് ക്യാമ്പിന് വന്നപ്പോൾ ഈ ഫാമിലിക്ക് ഉണ്ടായ ഒരു അത്ഭുത വിടുതലിന്റെ എല്ലാ മാസത്തിലും നടക്കുന്ന 2 ദിവസത്തെ ധ്യാനത്തിന് വന്നപ്പോൾ കിട്ടിയ മിറക്കിളാണ് നമ്മളോട് ഈ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. നിഷ എന്നാണ് സിസ്റ്ററുടെ പേര്. ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. തൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ ഒരു വലിയ അത്ഭുതമാണ്. 10 വർഷമായിട്ട് തൻ്റെ ഭർത്താവിന് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. എത്ര വർഷം? 10 വർഷമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. അത് കാരണം കൈക്കും വിരലുകൾക്കെല്ലാം സ്ഥിരമായിട്ട് മരവിപ്പായിരുന്നു. മരുന്ന് കഴിച്ചിട്ട് മെഡിസിൻ ഉപയോഗിച്ചിട്ട് യാതൊരു മാറ്റവും, സാധനങ്ങളൊന്നും പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു, കൈക്ക് യാതൊരു മാറ്റവുമില്ലായിരുന്നു. ആ സമയത്താണ് നമ്മുടെ അഞ്ജലി നടക്കുന്ന ഈ ഡെലിവറൻസ് ക്യാമ്പിനെ കുറിച്ച് ഇവർ അറിഞ്ഞത്. കുടുംബമായിട്ടാണ് വിശ്വാസത്തോടെ കുടുംബമായിട്ട് നമ്മുടെ മീറ്റിങ്ങിന് വന്നു. അന്നേരം തന്നെ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ 10 വർഷമായ കൊളസ്ട്രോള് പൂർണ്ണമായിട്ട് സൗഖ്യമായി. 10 വർഷമായിട്ടുണ്ടായിരുന്ന കൊളസ്ട്രോളിനെ കർത്താവ് സൗഖ്യമാക്കി. ഒന്ന് കരങ്ങളെ ഒന്ന് അടിച്ചെന്ന് കർത്താവിനെ സ്തുതിച്ചേ. അതുമൂലം ഇവരുടെ ഭർത്താവിന് ബലമായിട്ട് ഒരു വസ്തു പിടിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ള ജോലി ചെയ്യാനോ പ്രയാസമായിരുന്നു. എന്നാൽ കർത്താവ് കൊടുത്ത വിടുതലിനായിട്ട് ഒന്ന് കരങ്ങളൊന്ന് വീശിയൊന്ന് കർത്താവിനെ സ്തുതിക്കാം.
ഹല്ലേലൂയ. അതിന്റെ കൂടെ തന്റെ മകന് 10 വർഷമായിട്ട് മൂക്കിനൊരു പ്രയാസം ഉണ്ടായിരുന്നു. എപ്പോഴും മൂക്ക് അടയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മൂക്ക് ശ്വാസം വിടാൻ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ മൂക്കളെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പനി വരണമെന്നൊന്നുമില്ല, മൂക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ തൂവാല പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ തന്നെ ഞാൻ വേറെ 10 വർഷം കൊണ്ടുണ്ടായിരുന്നു. അതും പൂർണ്ണമായിട്ട് സൗഖ്യമായി. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായിട്ടൊന്ന് കരങ്ങളെത്തൊന്ന് തട്ടിയെന്ന് കർത്താവിനെ സ്തുതിച്ചു. അതിന് കൂടെ തന്റെ മകൾക്ക് 10ാം ക്ലാസ്സിലെ സ്റ്റാൻഡേർഡ് എക്സാം ആയിരുന്നു. പൂർണ്ണ നല്ല അനുഗ്രഹിക്കപ്പെട്ട വിജയത്തോടെ സെക്കൻഡ് അലോട്ട്മെന്റ്. ഒരു കൂട്ടം അനുഗ്രഹങ്ങളുമായിട്ടാണ് ഈ സിസ്റ്റർ നിൽക്കുന്നത്. ഒരു കൂട്ടം അത്ഭുതങ്ങളായിട്ടാണ് കരങ്ങളൊന്ന് തട്ടിയെന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. രാജമതി എന്നാണ്, എടയാറുമുളയിൽ നിന്ന് വരുന്നു. ഇടയാനും ഈ നമ്മുടെ കഴുത്തിന് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ താടിയലിന്റെ ഒരു വശത്ത് പുറകില്, കഴുത്തിന്റെ പുറകില്. എത്ര നാളായിട്ടുണ്ട്? 10 വർഷമായി. 10 വർഷമായിട്ടുണ്ട്. താടിയലിന്റെ പുറവശത്ത് ഒരു ഭയങ്കര മുഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ മാസം നമ്മുടെ ഈ മീറ്റിങ്ങിന് വന്ന് പ്രാർത്ഥിച്ചു, സൗഖ്യമായി. 1 വർഷമായിട്ടുള്ള മുഴയും 10 വർഷമായിട്ടുള്ള കഴുത്തിന്റെ വേദനയും കർത്താവ് സൗഖ്യമാക്കി. കരങ്ങളൊന്ന് അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ച്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇല്ല, തിരിക്കാം. പിടലിയൊക്കെ തിരിക്കാം. ഇല്ല. ഈ സിസ്റ്ററിന്റെ പേര് കൃഷ്ണമ്മ എന്നാണ്. കൃഷ്ണമ്മ ഹരിപ്പാടിൽ നിന്ന് വരുന്നു. ഹരിപ്പാട്, ആലപ്പുഴ ഹരിപ്പാട് നിന്ന് വരുന്നു. ഓക്കെ. ഈ സിസ്റ്ററിനെ ഏപ്രിൽ മാസം ഒരു മാസം മുഴുവൻ കൈ രണ്ടും ചൊറിഞ്ഞ് പൊട്ടി, അത് കരിയുന്നേ ഇല്ല. 1 മാസമായിട്ടുള്ള സ്കിൻ അലർജി. മെയ് മാസം ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു, സൗഖ്യമാക്കി ദൈവം. മെയ് മാസത്തിലെ ഈ മീറ്റിംഗിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചോ അതോ കോമൺ ആയിട്ടുള്ള സൗഖ്യമായി? എങ്ങനെയാ? ഇവിടെ പിന്നെ ബ്രദർ തല കഴിച്ചു പറഞ്ഞ് നിന്റെ ചൊറിച്ചിൽ നിന്ന് മാറിയിരിക്കും, ഇനിയും വരുമ്പോൾ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ടോക്കൺ എടുത്ത് നമ്മൾ ലൈനിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദർ ഈ സിസ്റ്ററിൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു നിന്റെ സ്കിന്നിലെ അലർജി മാറുന്നു, കർത്താവ് സൗഖ്യമാക്കുന്നെന്ന് പറഞ്ഞു. മെയ് മാസത്തിലെ മീറ്റിങ്ങിലാണ് ഈ സിസ്റ്റർ കടന്നു വന്നത്. പക്ഷേ ഇപ്പോൾ ഈ മാസം ജൂലൈ മാസം കടന്നു വന്നിരിക്കുന്നത് സൗഖ്യത്തോടു കൂടിയാണ്. കരങ്ങളൊന്ന് അടിച്ചൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, ദൈവിക അനുഭവത്താൽ കർത്താവെ, ദൈവജനത്തിൻ്റെ ബലത്താൽ അവരെ പണിയണമേന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന സകല മേഖലകളിലും അവിടുത്തെ വചനത്താൽ ഞങ്ങൾക്ക് ജയിക്കുവാനിടയാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന രോഗികളായിരിക്കുന്നവരെ, മനസ്സ് തകർന്നവരെ ഒക്കെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പാ. അവിടുത്തെ നന്മകൾ കൊണ്ട് നിറച്ചാട്ടെ അപ്പാ. അവിടുത്തെ കൃപയിൽ സൂക്ഷിച്ചാട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, ലിവർ ദ്രവിച്ചിട്ട് അതിനാൽ ഭാരപ്പെടുന്ന ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വ്യക്തി സൗഖ്യത്തിലേക്ക് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ പ്രവൃത്തി കൊണ്ട് നിറച്ചാട്ടെ അപ്പാ. അവിടുത്തെ കൃപയിൽ അവിടുന്ന് സൂക്ഷിച്ചാട്ടെ. കർത്താവെ, കൈയുടെ വിരലുകളുടെ ഇടയിൽ പഴുക്കുന്ന ആ പ്രയാസത്തോടായിരിക്കുന്ന ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വ്യക്തിക്ക് അത് സീസൺ അനുസരിച്ചാണ് വരുന്നത്, എല്ലായ്പ്പോഴും അതുണ്ടാകാറില്ല. കർത്താവെ, ആ വ്യക്തി ഇപ്പോൾ തന്നെ ഹീലാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, ഡ്രൈ സ്കിന്നാൽ ഭാരപ്പെടുന്ന, അതിനൊത്തിരി ട്രീറ്റ്മെൻറ്റുകളും ഒത്തിരി ക്രീമുകളൊക്കെ ഉപയോഗിച്ചു, പക്ഷേ ഇപ്പോഴും ആ വ്യക്തി അതിനാൽ ഭാരപ്പെട്ടിട്ടാണ് ആയിരിക്കുന്നത്. കർത്താവെ, ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ പ്രവൃത്തി ഉണ്ടാവട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുപിതാവ് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാവണം. കർത്താവെ, അവിടുത്തെ കരം ചലിക്കണം അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുവരെയും കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അവൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.